വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാൻസേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാം ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഭരതനാട്യം അല്ലെങ്കിൽ മോഹിനിയാട്ടം അങ്ങനത്തെ ഒരു ക്ലാസിക്കൽ ഡാൻസിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ. അപ്പോൾ എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഫുള്ള് എടുത്ത് വെക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സിലൊക്കെ വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗിലാക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. സോ നമുക്ക് ഓരോന്ന് വീതം എടുത്തു വെക്കാം. ക്ലാസിക്കൽ ഡാൻസസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ചിലങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഫസ്റ്റ് എൻ്റെ പ്രിഫറൻസ് കൊടുക്കുന്നത് ചിലങ്കയ്ക്കാണ്. കാരണം ബാക്കി എന്ത് സാധനം നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും, പക്ഷെ ചിലങ്ക എന്നൊക്കെ പറയുന്നത് നമ്മുടെ തന്നെ വേണമല്ലോ. അപ്പം ബാക്കി എല്ലാ സാധനവും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും പക്ഷെ ചിലങ്ക ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാനത് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൈഡാക്കി വെക്കാം. പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഇതുപോലത്തെ കോട്ടൺ ത്രെഡും അതുപോലെ തന്നെ ഈ ഒരു ഇത് നാടാന്ന് പറയും, നമ്മുടെ സീറ്റൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു കോട്ടൺ ത്രെഡും നാട. ദെൻ ഹെയർ പിന്ന്, 2 ടൈപ്പ് ഹെയർ പിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, വലുതും ചെറുതും. ഒരു ഷീറ്റ് തന്നെ നമ്മൾ എടുക്കണം. ചില മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഇത് അടക്കം എടുത്തിട്ടാണ് വരിക. കോസ്റ്റ്യൂമിൻ്റെ കൂടെ തന്നെ ഹെയർ പിന്നും പിന്നൊക്കെ ഉണ്ടാവുന്നതാണ്. ബട്ട് നമ്മളൊരു എപ്പോഴും കരുതി വെക്കുക. ആൻഡ് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് പിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് കയ്യിൽ 2 കയ്യിലും ഇടാൻ വേണ്ടിയിട്ട് മോതിരം, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഡാൻസ് ക്ലാസ്സിന് ഇങ്ങനത്തെ ഒരു കിറ്റ് പോലെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പൈസ കൊടുത്താൽ ഒരു കിറ്റ് കിട്ടും. അപ്പോൾ ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളതൊക്കെ ഒരുവിധം നശിച്ചു പോയി. കാരണം നമ്മളിപ്പം ഓരോ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മുക്കുത്തി കളഞ്ഞു പോവും. പിന്നെ അങ്ങനെ ഒരു 2-3 നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2 മോതിരം എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് എന്താ, പിന്നെ എൻ്റെ മൂക്കുത്തി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇങ്ങനത്തെ മൂക്കുത്തി ഉണ്ട്. 3 ടൈപ്പ് മൂക്കുത്തിയാണ് നമുക്ക് വേണ്ടത്. 3 സൈഡിലിടാൻ വേണ്ട 3 മൂക്കുത്തി. ഇതാണ് ക്ലാസിക്കൽ ഡാൻസിന് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനത്തെ 3 മൂക്കുത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്താ, പിന്നെ നമുക്ക് സീറ്റ് എന്ന് പറയുന്നത് ബാക്ക് സീറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു മുണ്ട്, അല്ലെങ്കിൽ മുണ്ടല്ല, ഇത് ലുങ്കിയാണ്. ഞാൻ ലുങ്കിയാണ് അധികം എടുക്കാറ്, മുഷിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ലുങ്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സീറ്റ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഒരു സാരി എടുക്കുന്നതാവും നന്നാവുക. ഞാൻ പണ്ടൊക്കെ സാരി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം കുറച്ചുകൂടി വലുതായ സമയത്ത് ഇങ്ങനത്തെ ലുങ്കിയിലേക്ക് മാറി. പിന്നെ ഒരു ഷോർട്സ് എടുക്കുന്നുണ്ട്. ഷോർട്സ് ഇട്ടിട്ടാണ് നമ്മൾ മേലെ സീറ്റ് കെട്ടുന്നത്. അപ്പോൾ സീറ്റ് കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നേരത്തെ എടുത്ത വെച്ച നാട ഉണ്ടല്ലോ, അത് ഇതുപോലത്തെ നാട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സീറ്റ് കെട്ടുന്നത്. അപ്പോൾ ഇത് 2 എടുത്ത് വെക്കണം. പിന്നെ നമുക്ക് മേക്കപ്പ് ലാസ്റ്റ് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഓയിലും അതുപോലെ തന്നെ ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് കരുതാവുന്നതാണ്. എൻ്റെ ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നത് ഇപ്പോൾ അടുത്ത് തന്നെ, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തു വെക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് വീട്ടിൽ വന്നിട്ട് കഴുകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിത് പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഷോൾ കൊണ്ടുപോകുക. കാരണം നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പുതക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒരു ഷോൾ കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മുടി കെട്ടി വെക്കാൻ ഒരു ബുഷോ കാര്യങ്ങളോ ക്ലിപ്പോ കൊണ്ടുപോകണം. പിന്നെ ഒരു വേസ്റ്റ് തുണി, പെട്ടെന്ന് എന്തെങ്കിലും എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് തുണി കൊണ്ടുപോകാം. ബേസിക്കായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾക്ക് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.